അമേരിക്ക ഇറാനകത്ത് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രം തകർന്നിട്ടുണ്ടോ എന്ന് പ്രധാന ചോദ്യമാണ്. കാരണം ആദ്യ ദിവസം ഇസ്രയേൽ ആക്രമണം നടത്തി എല്ലാം തകർന്ന് തരിപ്പണമാക്കി എന്ന് പറഞ്ഞെങ്കിലും അതിന് പിന്നീടാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം ബോധ്യപ്പെടുന്നത്. ഇതാണ് ഫോർദോയിലെ ആണവ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ പർവ്വതം പൂർണ്ണമായും കടുത്ത പാറകളാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തി ഒന്നും സംഭവിക്കാതിരുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ തന്നെ അതിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന കാര്യം സംശയമായിരുന്നു. എന്നാൽ ഇറാൻ പറയുന്നു ഇതിന്റെ കവാടങ്ങൾ, 2 കവാടങ്ങളിൽ മാത്രമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ കവാടങ്ങൾ യഥാർത്ഥത്തിൽ ആണവ റിയാക്ടർ നിൽക്കുന്ന ഭാഗത്തല്ല, എത്രയോ മീറ്ററുകൾ ദൂരെയാണ്, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ ദൂരെ ആയിരിക്കും. അതിന്റെ എത്രയോ ഉള്ളിലാണ് ആണവ കേന്ദ്രം നിലനിൽക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ഈ 2 കവാടങ്ങൾ, ഈ കവാടങ്ങളിലൂടെയാണ് അതിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഈ കവാടങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ്. എന്നാൽ അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്ന്. ആ വീഡിയോയ്ക്ക് താഴെ ആരോ കമന്റ് എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മാത്രമാണ് കൃത്യമായി ഇങ്ങനെ ആക്രമണം വരുന്നു എന്ന കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ അതല്ല പറഞ്ഞിരുന്നത്. വീഡിയോയിൽ മണിക്കൂറുകൾക്ക് ശേഷം ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി മണിക്കൂറുകൾക്ക് ശേഷം ഉണ്ടായിട്ടില്ലെങ്കിൽ ആളുകൾ പിന്നെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ തൽക്കാലം എഡിറ്റ് ചെയ്ത് ഉടനെ ആക്രമണം ഉണ്ടാകുമെന്ന് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു നിഗമനങ്ങളാണ്, സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വിലയിരുത്തുന്ന നിഗമനങ്ങളാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്രമണം എപ്പോഴുണ്ടാകുമെന്നത് അവരുടെ നീക്കങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തുർക്കിയെ വിളിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കണം, ഈ ആണവ കേന്ദ്രം സമാധാനപരമായി ഒരു ഉടമ്പടിയിലേക്ക് ഇറാനുമായി നീങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച സമയവും നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു ചതിയായിരിക്കുമെന്ന് കൃത്യമായി അറിയാം. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സ്ട്രാറ്റജിക്കൽ ബോംബറുകൾ പല ഭാഗത്തും വിന്യസിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകളും കണ്ടാൽ ഉടനെ മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ ആക്രമണം നടക്കാൻ പോകുന്നു എന്ന്. മാത്രമല്ല 48 മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ ഇറാൻ നേരെ ആക്രമിക്കുമെന്നും നമ്മളന്ന് പറഞ്ഞിരുന്നു. കൃത്യമായി അതേ ദിവസം തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇസ്രയേലും അമേരിക്കയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. ചതി എന്നത് അവരുടെ കൂടപ്പിറപ്പായതുകൊണ്ട് കൃത്യമായി അവരുടെ നീക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇനി ഇതിനെങ്ങനെയായിരിക്കും ഇറാന്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയാണ് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അവിടെ അമേരിക്കയുടെ സർവ്വ സന്നാഹങ്ങളും കടലിലുണ്ട്. ഹോർമുസ് കടലിടുക്ക് തടയാൻ ഇറാൻ ശ്രമിച്ചാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ മുഴുവനും തകിടം മറിക്കുന്നതാണ്. പ്രത്യേകിച്ച് യൂറോപ്പിനും അമേരിക്കക്കുമൊക്കെ ഇന്ധനം വരുന്ന വഴിയാണ്. അത് തടഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇറാന്റെ നീക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തെല്ലാം അമേരിക്കയുടെ നാവിക സന്നാഹങ്ങൾ സർവ്വസജ്ജമായി നിൽക്കുകയാണ്. ഇനി ഇറാൻ ആ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമോ, അതല്ല മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങൾക്കും താല്പര്യങ്ങൾക്കും നേരെയാണ് ആക്രമണം നടത്തുക എന്നതൊക്കെ വരും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ആദ്യം തന്നെ ഖത്തറിലുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ താവളം തകർക്കാനുള്ള സാധ്യതയുണ്ട്, ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് വലിയൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇനി തുടർന്ന് ആക്രമണം ഉണ്ടായാൽ ധാരാളം ലക്ഷ്യങ്ങൾ ഇനി ഇറാനിലുണ്ട്. ആ ഇറാനിലെ ലക്ഷ്യങ്ങൾ ഞങ്ങൾ ആക്രമിക്കും. അതുകൊണ്ട് ഇനി ഇതിനൊരു തിരിച്ചടി ഇറാൻ നടത്തരുത് എന്നാണ്. എന്നാൽ നിയമവിരുദ്ധമായ ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ ട്രംപ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുക എന്നല്ല, ഇറാന്റെ ആണവ നിലയം തകർക്കുക എന്നതുമല്ല, നേരെ മറിച്ച് ഖാസിം സുലൈമാനിയെ വധിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ ഒരുപാട് പൗരന്മാരെ ഇറാൻ കൊന്നിട്ടുണ്ട് എന്നാണ്. അതിന് പകരമാണ് ഈ ചെയ്തത് എന്നതാണ് ഇപ്പോൾ ഇറാൻ അതൊരു ന്യായീകരണമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാരണം UN-ൽ പറയാനുള്ള ന്യായമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.